ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിനായി ഞാൻ ആദ്യമേ പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജെന്നി ജോൺ എന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളത്തിനടുത്ത് വാളക്കുഴിയിലാണ് എൻ്റെ വീട്. ഞാനൊരു ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. ഞാൻ അലർജിയുടെ അസുഖത്താൽ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. 8-10 വർഷമായിട്ട് അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴത്തോറും ഇത് കൂടിക്കൂടി വരാൻ തുടങ്ങി. ലാസ്റ്റിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. 2023 ഫസ്റ്റ് ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു, ബഹറിൽ. 2023 ഫസ്റ്റ് ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. ജോലി ചെയ്യാൻ പറ്റത്തില്ല, തുമ്മൽ, അങ്ങനെ ബുദ്ധിമുട്ടായിട്ട്. അത് കൂടാതെ എനിക്ക് കണ്ണിനും ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോന്നു. ഗൾഫിൽ ഒത്തിരി ചികിത്സിച്ചായിരുന്നു, വലിയ ഫലമൊന്നും ഉണ്ടായില്ല. നാട്ടിൽ വന്നിട്ട് നാട്ടിലും ഒത്തിരി ചികിത്സിച്ചു, അതിനും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ജോലി നിർത്തി. ജോലി തുടരാൻ പറ്റത്തില്ല, ഹിറ്റാച്ചിയുടെ പണിയാണ്. അപ്പോൾ പൊടി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ജോലി തുടരാൻ പറ്റാത്തത് കൊണ്ട് ജോലി നിർത്തി വേറെ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് വലിയ ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതും വിട്ടു. അങ്ങനെ മാറി മാറി പലത് ചെയ്തു, ഒന്നും വലിയ കാര്യം ഉണ്ടായില്ല. പല ഡോക്ടർമാരെയും കണ്ടു, ചികിത്സിച്ചു, മാറി മാറി ചികിത്സിച്ചു, നല്ല ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു, വലിയ കാര്യം ഉണ്ടായില്ല. ഇതിനെല്ലാം ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ സൗദിയിൽ നേരത്തെ ഒന്നിച്ച് ജോലി ചെയ്തതാണ്, അവൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. അവനെന്നോട് പറഞ്ഞു, എടാ അളിയ, നീ കൃപാസനത്തിലൊന്ന് പോവും, എല്ലാം നിൻ്റെ ശരിയാകും എന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞടാ, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിനുശേഷം അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കത്തില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് അലർജി കൂടി. ജോലിക്ക് പോകുന്നിടത്ത് ജോലിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോരും. 10 ദിവസം തന്നെ കഷ്ടിച്ചേ പോകത്തുള്ളൂ. കഴിക്കുന്ന മരുന്നുകളൊന്നും പിടിക്കാതെ വന്നു മുന്നോട്ട്. പിന്നെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം ചികിത്സിച്ചു. ഇത്രയും കാലത്തിനോടിടയ്ക്ക് കഴിക്കുമ്പം ആദ്യം ഇതെല്ലാം പിടിക്കും. 10 ദിവസം, 15 ദിവസം, 1 മാസം, 2 മാസം കഴിക്കുമ്പോഴത്തേന് പിന്നെയും മരുന്ന് പിന്നെ പിടിക്കാതായി. പിന്നെ ഞാൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അതും വലിയ ഫലമാകാതെ പോയി. ഇതിനെല്ലാം ശേഷം ഞാൻ 2024 സെപ്റ്റംബർ 3 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. എന്നാൽ ഇതിനു മുമ്പ് എനിക്ക് 2009 ജനുവരിയിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന JCBയുടെ ബാറ്ററി പൊട്ടിത്തെറിച്ചിട്ട് ആസിഡ് എൻ്റെ കണ്ണിൽ പോയി, കണ്ണ് പൊള്ളിയിരുന്നു. അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ദൈവം സഹായിച്ച് ചികിത്സിച്ച് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. എന്നാൽ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വർഷത്തോളമായിട്ട് ചൂടടിക്കുകയോ അല്ലെങ്കിൽ വലിയ വെട്ടം കണ്ണിലടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് പോരുമ്പോഴും ഈ അലർജിയുടെ പ്രശ്നവും കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ് ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്. നാട്ടിൽ വന്ന് ഈ കണ്ണിൻ്റേത് ഒത്തിരി ചികിത്സിച്ചു, അലർജിയുടെ ഒത്തിരി ചികിത്സിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. കാണിച്ച ഡോക്ടർമാരെല്ലാം കുറച്ച് നാൾ ചികിത്സിക്കും, അത് കഴിയുമ്പോൾ അവർ കൈവഴിയും, വേറെ എവിടെയെങ്കിലും കാണിച്ചോ എന്ന് പറയും. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇത്രയും ഞാൻ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി, ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, പല മരുന്നുകൾ കഴിച്ചു, പലത് ഉപയോഗിച്ചു, ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം 2024 സെപ്റ്റംബർ 3 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നവും മാറി, തുമ്മലും മാറി. ഏകദേശം 1 മാസമായപ്പോഴത്തന്നെ പൂർണ്ണമായിട്ട് മാറി. കണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാത്രിയിൽ ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പം രാത്രി ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെട്ടം കണ്ണിലടിച്ച് കഴിഞ്ഞാൽ കണ്ണ് നീര് വെക്കും. കണ്ണ് പിന്നെ നീര് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ എടുക്കും കുറഞ്ഞത് ശരിയാകാനായിട്ട്. എന്നാൽ ഈ ഉടമ്പടി എടുത്ത് 1 മാസമൊക്കെ ആയപ്പോഴത്തേന് ഇത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേന് 9 മണി 9:30 ആവും. ഇപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല കണ്ണിന്. ബൈക്ക് രാത്രി ഓടിക്കുമ്പം കണ്ണിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെട്ടം അടിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കണ്ണ് നീര് വെക്കാറില്ല. അതാണ് കണ്ണിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ താരൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 5-6 വർഷമായിട്ട് ഞാൻ തല മൊട്ടയടിച്ചുകൊണ്ടായിരുന്നത്. എന്നാന്ന് പറഞ്ഞാൽ മുടി ഇച്ചിരി പോലും വളർത്താൻ പറ്റത്തില്ല, താരം കാരണം. 28-30 ദിവസം ആകുമ്പോഴത്തേന് ഞാൻ തല വടിക്കും, ഫുള്ളായിട്ട് വടിക്കുകയാണ് ചെയ്യുന്നത്, മുടി വെട്ടുകയല്ല. ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം അതും പൂർണ്ണമായിട്ട്, താരനും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. കൃപാസനത്തിൽ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് എൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടടയ്ക്കാൻ വേറെ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല.
എന്നാൽ ഈ അസുഖങ്ങൾ അതിനു മുമ്പ് കഴിച്ച മരുന്നുകൾക്കൊന്നും ഫലവും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട് താരന്, ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതൊന്നും ഫലവത്തായില്ല താരൻ മാറാൻ വേണ്ടി. പിന്നെ അലർജിക്കാന്ന് പറഞ്ഞാലും ഹോമിയോ കഴിച്ചിട്ടുണ്ട്, ആയുർവേദം കഴിച്ചിട്ടുണ്ട്, അലോപ്പതി കഴിച്ചിട്ടുണ്ട്, ഇതൊന്നും ഫലം കണ്ടില്ല. പിന്നെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കാന്ന് പറഞ്ഞാലും പലയിടത്ത് ഞാൻ ചികിത്സിച്ചു, വലിയ വലിയ ഹോസ്പിറ്റലിലെല്ലാം ചികിത്സിച്ചു കണ്ണിൻ്റെ പ്രശ്നം മാറാനായിട്ട്, ഇതൊന്നും എനിക്ക് ഫലവത്തായില്ല. എന്നാൽ 2024 സെപ്റ്റംബർ 3 ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മാസമായപ്പോഴത്തേന് എൻ്റെ ഈ പറയുന്ന അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഒരു തെറ്റുപറ്റി, ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാ മാസവും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അനുസരിച്ച് പിന്നെയും വരുന്നുണ്ട്. പക്ഷേ സാക്ഷ്യം പറയാൻ വിട്ടുപോയി, സാക്ഷ്യം പറഞ്ഞില്ല. എന്നാൽ ഈ കഴിഞ്ഞ 8-ാം തീയതി ആയപ്പോഴത്തേന് എനിക്ക് തുമ്മൽ റീസ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടേ തുമ്മൽ പതിവില്ലാതെ. അപ്പം ഞാനടുത്ത് പനി വരാനായിരിക്കുമെന്നും കണ്ട് ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ 9-ാം തീയതിയും തുമ്മൽ. അപ്പം പനിക്കാണെന്ന് വിചാരിച്ചു അങ്ങനെ ആ രീതിയിൽ നിന്നു, ഗുളിക കഴിച്ചു നിന്നു. 10-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോഴും ഭയങ്കര തുമ്മൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി കിട്ടിയതാണ്. അച്ഛൻ സാധാരണ പറയാറുള്ള പോലെ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുന്നത് ഒരു സത്യമാണെന്നുള്ളത് മനസ്സിലായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 10-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോഴും ഭയങ്കര തുമ്മൽ. എനിക്ക് രാവിലെ ജോലിക്ക് പോകണം, രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് പോകും. അപ്പം ജോലിക്ക് പോകണം, പക്ഷേ ഒരു തരത്തിൽ പോകാൻ പറ്റുന്നില്ല. എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര തുമ്മൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉൾവിളി പോലെ, അതായത് സാക്ഷ്യം പറയാഞ്ഞിട്ടാണ്. ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് വീട്ടിൽ, ഞാൻ ഫോട്ടോയെ കൈവച്ച് സത്യം ചെയ്തു, മാതാവേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ ഇനിയും പോകുമ്പോൾ സത്യമായിട്ട് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കൈ എടുത്തപ്പോഴത്തെ തന്നെ തുമ്മൽ മാറി. പിന്നെ ഞാൻ ഒരു തവണ പോലും തുമ്മിയില്ല. അതൊന്ന്. 2 ദിവസം കഴിഞ്ഞ്, ഇതിന് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കണ്ണിന് പിന്നെ ഇൻഫെക്ഷനായി. കണ്ണിന് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന അസുഖം ഈ സെപ്റ്റംബർ 3 മുമ്പ് കണ്ണിന് ഇൻഫെക്ഷൻ വരുമായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ടില്ല. എന്നാൽ ഇതിന് മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പോലെ തന്നെ ഈ 10-ാം തീയതി, ഈ കഴിഞ്ഞ 10-ാം തീയതി കണ്ണിന് ഇൻഫെക്ഷൻ വന്ന് എനിക്ക് മനസ്സിലായി ഇതും അതേ പണി തന്നെ നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പറ്റിയതാണെന്ന് മനസ്സിലായി. അന്നേരം ഞാനിത് തന്നെ ക്ഷമ പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, സാക്ഷ്യം പറയേണ്ടതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. അപ്പം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, മാതാവേ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, സ്വർഗ്ഗസ്ഥ ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ക്ഷമയും പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി കിടന്നു, നേരം വെളുത്ത് കഴിഞ്ഞപ്പം കണ്ണിൻ്റെ പ്രശ്നം മാറി. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതി ഒരാഴ്ച പോക്കാണ്. കണ്ണിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വെട്ടത്തോട് നോക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം തന്നെ മൊത്തം നിന്നില്ല, അതിന് മുന്നേ തന്നെ മാറി. അപ്പം കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറി, താരം മാറി, അലർജി മാറി. ഇത് മൂന്നും എനിക്ക് കൃപാസനത്തിൽ വന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഈ മരുന്നുകൾ കഴിക്കുന്ന കാലത്തൊന്നും മരുന്ന് കൊണ്ട് പോലും ഒരു ഗുണം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഇത് മാറിയത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ പാവങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓപ്പറേറ്റർമാരുടെ ഗ്രൂപ്പിൽ ഈ പേഷ്യൻസിൻ്റെയും സുഖമില്ലാത്തവരുടെയും പാവപ്പെട്ടവരുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ വരാറുണ്ട്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പത്രം കൊടുത്ത് പകുതിക്കുള്ളിൽ തീരും. പിന്നെ ബാക്കി പത്രം ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് കൊടുക്കാറ്, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കാറ്. അതായത് എനിക്ക് അലർജി മാറിയത്, എൻ്റെ അസുഖങ്ങൾ മാറിയത് എല്ലാം ഞാൻ പറഞ്ഞാണ് കൊടുക്കാറ്. ഈ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ കണ്ണ് നീര് വെച്ച് തടിച്ച് അടഞ്ഞിരിക്കുമായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെ ആയാലും വൈകിട്ടായാലും പ്രാർത്ഥിക്കുന്ന സമയത്ത് മെഴുകുതിരിയിലാണെങ്കിൽ ഇങ്ങനെ കുരിശ് കാണാറുണ്ട്. അതുപോലെ തന്നെ മാതാവിനെ കണ്ടിട്ടുണ്ട്, തിരുഹൃദയം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മിക്കവാറും ഇത് കാണാറുണ്ട്. അതൊക്കെ ഞാൻ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അപ്പം ഫോട്ടോ എടുത്ത് വെക്കാറുമുണ്ട്. ഈ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. തിരുഹൃദയമുണ്ട്, മാതാവിനെ കണ്ടിട്ടുണ്ട്, പിന്നെ കുരിശ് കണ്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ പേരിൻ്റെ ലെറ്റർ കണ്ടിട്ടുണ്ട്, അത് ഉൾപ്പെടെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. പിന്നെ എത്ര രാത്രി താമസിച്ച് വന്നാലും, ജോലി കഴിഞ്ഞ് എത്ര താമസിച്ച് വന്നാലും ഞാൻ ബൈബിൾ അരമണിക്കൂർ വായിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. രാവിലെ എത്ര നേരത്തെ പോകേണ്ടതാണേലും അതനുസരിച്ച് നേരത്തെ എഴുന്നേറ്റ് ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചേ ഞാൻ പോകാറുള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നേരത്തെ ജോലിക്ക് പോയി കഴിഞ്ഞാലും പൈസ കൈ നിൽക്കത്തില്ലായിരുന്നു, അതൊരു സത്യമായിരുന്നു. എത്ര പൈസ കിട്ടിയാലും പൈസ കൈ നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോലും അറിയാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമ്മുടെ ഓണർ വരെയും പറഞ്ഞു,
അതായത് മറ്റു വണ്ടിക്കൊന്നും ഓട്ടം ഇല്ലെങ്കിലും നമ്മുടെ വണ്ടിക്ക് ഓട്ടമുണ്ട്. അത് പുള്ളിയും എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പൈസ അനാവശ്യമായിട്ട് എപ്പോഴും ചിലവായി പോകുമായിരുന്നു മുമ്പ്. ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അത് എല്ലാം ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ദൈവം സ്നേഹം കൊണ്ട് പൊതിയുന്ന അനുഭവം എങ്ങനെയാണ് ജെന്നി ജോണിന് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്? എത്രയോ വർഷങ്ങളായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അലർജി, അത് കണ്ണിൻ്റെ ഇൻഫെക്ഷനുണ്ട്, അതുപോലെ തുമ്മൽ, തൻ്റെ തലമുടി താൻ വെട്ടിയിട്ട് നാളുകളായി, വർഷങ്ങളായി, താൻ 5-6 വർഷമായിട്ട് തലമുടി വടിക്കുകയായിരുന്നു താരൻ മൂലം. ഇതൊക്കെയാണ് ഈ മകൻ പറയുക. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ മാത്രം ഉപയോഗം മൂലം തനിക്ക് ലഭിച്ച രോഗസൗഖ്യം അത് പറയുന്നതിന് താമസിച്ചു പോയി. അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇന്ന് ഇവിടെ വന്ന് തനിക്ക് കിട്ടിയ കൃപകൾ ദൈവജനസമക്ഷം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ എങ്ങനെയാണ് ഓരോ മക്കൾക്കും തങ്ങൾക്ക് ഈ കൃപകൾ ലഭിക്കുക? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. അതുവരെയും അവരായിരുന്ന ഒരു ജീവിതമല്ല, തങ്ങൾക്ക് തന്നെ ബോധ്യങ്ങൾ കിട്ടുന്നു. കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷകരാകുന്നു. കൃപാസന പത്രം അത് കൊടുത്ത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഓരോ വ്യക്തിയും തൻ്റെ സമയവും ആരോഗ്യവുമൊക്കെ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ പങ്കിടുമ്പോൾ, കർത്താവിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകരാകുമ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം ഇട്ടുകൊടുക്കുകയാണ്. നാം എടുക്കുന്ന ഓരോ റിസ്ക്കും അങ്ങനെയാണ്. കൃപാസന പത്രം കൊടുക്കുന്നത് ഈസി അല്ല. അതിനു വേണ്ടിയിട്ട് കൃപ ടാപ്പ് ചെയ്യണമെങ്കിൽ ഈ കൃപാസന പത്രം കൊടുത്തിരിക്കണം. അത് കൊടുക്കുമ്പോഴാണ് അതിലൂടെ കിട്ടുന്ന കൃപകൾ നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളായിട്ട് ഭവിക്കുക. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിപരമായി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ മൂലം ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഈ മകന് കഴിയുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താനെടുത്ത ഉടമ്പടിയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് തനിക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ജെന്നി ജോണിനോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.